വടക്കൻ കേരളത്തിലെ തെരഞ്ഞെടുപ്പ് വിശകലനവുമായി നമുക്കൊപ്പം ദീപക് ധർമ്മടം കോഴിക്കോട്ട് നിന്ന് ചേരുകയാണ്. ദീപക്, ഏത് പ്രതിസന്ധി ഘട്ടത്തിലും ആടിയുലയാതെ ഇടതുമുന്നണിക്കൊപ്പം നിൽക്കുന്നതാണ് കോഴിക്കോട് കോർപ്പറേഷനൊക്കെ. പക്ഷേ ഇത്തവണ അവിടെ കേവല ഭൂരിപക്ഷത്തിലേക്ക് എത്താൻ കഴിയാത്ത നിലയിലേക്ക് ഇടതുമുന്നണി പോകുന്നത് കണ്ടു. മുസാഫിർ അഹമ്മദിനെ പോലുള്ള ആളുകൾ തോൽക്കുന്നത് നമ്മൾ കണ്ടു. എങ്ങനെയാണ് വടക്കൻ കേരളത്തിലെ തെരഞ്ഞെടുപ്പ് ഫലത്തെ നമ്മൾ വിലയിരുത്തേണ്ടത്, വിശകലനം ചെയ്യേണ്ടത്? ദീപക് ധർമ്മടം. ഇതിൽ ഏറ്റവും പ്രാഥമികമായി നമുക്ക് പറയാവുന്നത് CPIM-നേറ്റ വലിയ തിരിച്ചടിയാണ്. ജനങ്ങൾ കൃത്യമായ ഒരു മുന്നറിയിപ്പ്, ഒരു വാർണിംഗ് സൈറൻ നൽകി കഴിഞ്ഞിരിക്കുന്നു ഇടതുമുന്നണിക്ക്, പ്രത്യേകിച്ച് CPIM-ന്. കാരണം CPIM-ന്റെ ശക്തി കേന്ദ്രങ്ങളിൽ, അതായത് CPIM പൊന്നാപുരം കോട്ടയായി കണക്കാക്കുന്ന മേഖലകളിലാണ് വലിയ തിരിച്ചടി ഉണ്ടായത്. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം, കനലൊരു തരി എന്ന് പറഞ്ഞ് കോഴിക്കോട് കോർപ്പറേഷനിൽ വിജയമുണ്ടായി എന്ന് പറഞ്ഞാലും CPM-ന്റെ ശക്തി കേന്ദ്രങ്ങളിലാണ് തോൽവിയുണ്ടായത്. അതിലെടുത്തു പറയേണ്ടത് മീഞ്ചന്തയിലെ തോൽവിയാണ്. ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പറും ഡെപ്യൂട്ടി മേയറുമായ മേയർ സ്ഥാനാർത്ഥി മുസാഫിറിന്റെ തോൽവി അതൊരു തരംഗത്തിലെ തോൽവി എന്ന് പറയാമെങ്കിലും അതിലപ്പുറത്തേക്കുള്ള ഒരു രാഷ്ട്രീയ സന്ദേശം ആ തോൽവിക്കുണ്ട് എന്നുള്ളത് ഉറപ്പാണ്. മറ്റൊന്ന്, നിലവിലെ മേയറുടെ വാർഡിൽ തോൽവി ഉണ്ടാകുന്നു. ബീന ഫിലിപ്പ് വളരെ ജനകീയായ പൊതുപ്രവർത്തകയാണ് എന്നൊക്കെ പറയുമെങ്കിൽ പോലും അവർക്ക് തിരിച്ചടി ഉണ്ടാകുന്നു. അവരുടെ വാർഡിൽ BJP ആണ് ജയിക്കുന്നത്. അതായത് മുസാഫിറിനെ തോൽപ്പിക്കുന്നത് UDF ആണെങ്കിൽ നിലവിലെ മേയറുടെ വാർഡിലുള്ള LDF സ്ഥാനാർത്ഥിയെ തോൽപ്പിക്കുന്നത് BJP ആണ്. അങ്ങനെ നോക്കുമ്പോൾ കൃത്യമായൊരു സന്ദേശം നൽകുന്നു. ആശ്വാസം എന്ന് പറയാവുന്നത് ഭരണം പിടിക്കാൻ പറ്റുന്നു എന്നുള്ളതാണ്. അത് കേവല ഭൂരിപക്ഷമില്ല, ഒരു നക്ക് ഫൈറ്റിലൂടെ ഭരണം പിടിക്കാൻ പറ്റുന്നു. പിന്നെ UDF-ന്റെ കോൺഗ്രസിൻ്റെ മേയർ സ്ഥാനാർത്ഥി തോറ്റു എന്നുള്ളതാണ് പറഞ്ഞാശ്വസിക്കാവുന്ന കാര്യം. അതിൽ PM നിയാസ് KPCC സെക്രട്ടറിയാണ്. അദ്ദേഹം 3ാം സ്ഥാനത്തേക്ക് പോകുന്നു പാറോപ്പടി ഡിവിഷനിൽ എന്നത് പറഞ്ഞ് ആശ്വസിക്കാം. മറ്റൊന്ന്, ജില്ലാ പഞ്ചായത്ത് കോഴിക്കോട് അത് എക്കാലത്തും LDF-ന്റെ ഒരു പൊന്നാപുരം കോട്ടയാണ്. അവിടെ പരാജയമുണ്ടാകുന്നു എന്നുള്ളതും CPM-ന്റെ പ്രധാനപ്പെട്ട ശക്തി കേന്ദ്രങ്ങളിൽ, മണിയൂർ പോലുള്ള, പേരാമ്പ്ര പോലുള്ള അത്തരം ശക്തി കേന്ദ്രങ്ങളിലൊക്കെ വലിയ രീതിയിലുള്ള വോട്ട് ചോർച്ചയും സീറ്റ് നഷ്ടവും ഉണ്ടാകുന്നു. പല പഞ്ചായത്തുകളിലും ഭരണം നഷ്ടമാകുന്നു. ഒഞ്ചിയം തിരിച്ചുപിടിക്കുമെന്നായിരുന്നു CPIM-ന്റെ കണക്കുകൂട്ടൽ. ആ തിരിച്ചുപിടിക്കലില്ല എന്ന് മാത്രമല്ല, RMPക്ക് UDF-ന്റെ പിന്തുണയോടെ ജനകീയ മുന്നണിക്ക് വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇതിൽ ആശ്വസിക്കാവുന്നത് കണ്ണൂർ ജില്ലയിലെ ചില പഞ്ചായത്തുകൾ മാത്രമാണ്. ധർമ്മടം പഞ്ചായത്തിൽ ഇടതുമുന്നണിക്ക് 2 സീറ്റ് കൂടി, അവിടെ BJP 3 സീറ്റിൽ വിജയിച്ചു, കോൺഗ്രസ് ഇല്ലാതായി. പിണറായി പഞ്ചായത്തിലും ഒരു കൃത്യമായി CPM-ന്റെ ശക്തി പ്രകടിപ്പിക്കാൻ സാധിച്ചു. അങ്ങനെ നോക്കുമ്പോൾ മലബാറിൽ പൊതുവിൽ CPIM-ന്റെ ശക്തി കേന്ദ്രങ്ങൾ അങ്ങനെ തന്നെയാണ്. പാർട്ടിക്ക് CPM-ന് മികച്ച സംഘടനാ സംവിധാനമുള്ള ജില്ലയാണ് കോഴിക്കോട് ജില്ല. താഴെത്തട്ടിലാണെങ്കിൽ, പ്രാദേശിക തലത്തിലാണെങ്കിൽ മികച്ച സംഘടനാ സംവിധാനമുള്ള ഇടമാണ്. അവിടെയൊക്കെ തിരിച്ചടി നേരിടുന്ന നില ഉണ്ടായി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.